മോളെ ഇത്തിരി ചൂടുവെള്ളം കൂടെ എടുത്തേ. അമ്മേ ഞാൻ ഈ ചോറ് ഊറ്റിയിട്ടില്ല കേട്ടോ, അത് ഊറ്റിക്കൊള്ളണേ. എനിക്ക് വയ്യ മോളെ. ഉള്ള ആരോഗ്യത്തിനാണ് ഞാൻ ആ കൊച്ചിനെ ഒന്ന് വൈകുന്നേരം വരെ നോക്കിയെടുക്കണത്. എനിക്ക് ഈ ഊറ്റാനൊന്നും പറ്റൂല. ഊറ്റാനായിട്ട് അതങ്ങോട്ട് കമത്തുമ്പോഴേക്കും നെഞ്ചിനൊക്കെ ഒരു വിഷമം വരും. 2 പ്രാവശ്യം ഞാൻ അങ്ങനെ ആക്കിയിട്ട് തെക്കേലരെ മണ്ണിനെ വിളിച്ചാണത് ഊറ്റിച്ചത്. മോള് ഊറ്റിയിട്ട് പോ. കുഴപ്പമില്ലമ്മേ, ഞാൻ ഊറ്റി വെച്ചിട്ട് പോയിക്കോളാം. അത് ആ ഷെൽഫിലെങ്ങാണ്ടുണ്ട്, ഞാൻ എടുത്തു തരാം. ഞാനിപ്പോ ഇറങ്ങും. മോളെ ഇറങ്ങിയ മോളെ എൻ്റെ മരുന്ന് മേടിക്കണം കേട്ടാ. അത് ഞാൻ അവനോട് പറയാൻ മറന്നുപോയി പോയപ്പോഴേ. പൈസ ചിലവുള്ള കാര്യങ്ങളൊക്കെ അമ്മ എന്നെ കാണുമ്പോൾ മാത്രമേ ഓർക്കുള്ളൂ എന്ന് തോന്നണം. പിന്നെ മോളെ സുജിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ പിള്ളേരുടെ ഫീസ് അടക്കാൻ അങ്ങനെ എന്തോ ആണ്. ഞാൻ അവനോട് പറഞ്ഞ അവൻ എന്നോട് ചാടിക്കളിക്കാൻ വരും. മോളൊന്നും അവനോട് പറഞ്ഞത് മേടിച്ചു കൊടുക്ക്. ഈ മാസാവസാനമൊക്കെ പൈസയുടെ കാര്യം പറഞ്ഞാൽ എന്നെയും ചീത്ത പറയും അമ്മേ. മോളെ നിങ്ങളുടെ ആകെ ഒരു പെങ്ങളല്ലേ അവള്. അവളെ സഹായിച്ച പുണ്യം കിട്ടും. അത്രക്ക് കഷ്ടപ്പാടിലാണ് അവളെ. അവളെ സഹായിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ. പക്ഷേ ഈ പ്രാവശ്യം കരണ്ട് കാശും വെള്ളം കാശൊക്കെ അടച്ചല്ലേ ചേട്ടൻ. അപ്പം മിക്കവാറും ചേട്ടൻ്റെ അടുത്ത് പൈസ ഉണ്ടാവാൻ സാധ്യത ഇല്ല. ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് മോളെ കാണണേന്ന് അറിയാല്ല. അതിനവക്ക് എപ്പോഴും പരാതിയാ, അമ്മക്ക് എന്നേക്കാൾ ഇഷ്ടം ചേച്ചിനെന്നും പറഞ്ഞുകൊണ്ടേ. അങ്ങനെ ഇരിക്കുക അവൾ എന്നോട് പറഞ്ഞാണ് ചേച്ചിയോടൊന്ന് പറ, അപ്പം പിന്നെ ചേട്ടനോട് ചേച്ചി പറഞ്ഞോളൂല്ലാന്ന്. എൻ്റെ കയ്യിൽ ഈ മാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനുള്ള ചിലവ് കാശ് മാത്രമേ ഉള്ളമ്മേ. ആണോ? എന്നാ പിന്നെ അവളോട് എവിടെന്നെങ്കിലും മേടിക്കാൻ പറയാം. ശമ്പളം കിട്ടുമ്പോൾ മോള് കൊടുത്താൽ മതിയല്ല. അതെ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം, അതെന്ത് കാര്യമാണെങ്കിലും മോളോട് ചോദിക്കാൻ ഒരു മടിയില്ല. എൻ്റെ മോളെ പോലെ കണ്ടോണ്ടാണ് എനിക്കിങ്ങനെ ചോദിക്കാൻ പറ്റണതേ. മോള് ഈ വീട്ടിലെ കടം തീർക്കാനായിട്ട് അവൻ്റെ ഒപ്പം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അമ്മക്കറിയാം. അമ്മക്കൊരു നിവർത്തിയില്ല മോനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചേനെ. ഇതിപ്പോ കിട്ടുന്ന പൈസ മുഴുവൻ ലോൺ അടക്കെന്നാണ് അവൻ പറയണതേ. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവന് കള്ളുകുടിയും കൂടിയിട്ടുണ്ടെന്ന് തോന്നണ്. മോളൊന്ന് അവനെ ഒന്ന് ഉപദേശിച്ചേക്കിട്ടാ. ഞാൻ പറഞ്ഞ അവൻ കേൾക്കൂല, മോള് പറഞ്ഞാൽ കേൾക്കും. സുജിയുടെ കല്യാണത്തിനെടുത്ത ലോണാണ് അമ്മ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കണത്. പിന്നെ ഞങ്ങളുടെ കല്യാണം എന്ന് വെച്ചാൽ രജിസ്റ്റർ മാരേജ് ആയിരുന്നില്ല, അതുകൊണ്ട് അധികം പൈസ ചിലവായില്ല. അന്ന് അച്ഛനുണ്ടായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അച്ഛന് നടത്തിയായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഇത്രയും കടം വന്നേന്നാവോ? അല്ല, അതുമാത്രമല്ല വേറെ കുറേ ചിലവുകൾ ഉണ്ടാവുമല്ലോ കല്യാണമൊക്കെ ആവുമ്പോൾ. ചിലപ്പോൾ അതായിരിക്കും പൈസയുടെയൊക്കെ ആവശ്യം വന്നത്. എന്തായാലേ മോളറിയാവുന്ന ആരോടെങ്കിലും ഇത്തിരി പൈസ ചോദിച്ചു നോക്ക്. പാവമാക്ക് കൊടുത്ത അവളുടെ ഒരു വിധി അങ്ങനെ ആയിപ്പോയി മോളെ. ഞാൻ നോക്കട്ടെ അമ്മേ. മതി മേടിച്ച് വല്ലയിടത്തും മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം അങ്ങോട്ട് തിരിച്ച് കൊടുക്കാല്ല മോൾക്ക് ശമ്പളം കിട്ടുമ്പോ. പിന്നെ എൻ്റെ മാലയുടെ കുളത്തില്ലേ മോളെ, അതിങ്ങനെ അകന്നകന്ന് പോകണം, അതൊന്ന് ശരിയാക്കണം. അതും അടുത്ത മാസം മതി. ഒരു പവനല്ലേ, വല്ലയിടത്തും പോയാ ഇപ്പോഴത്തെ സ്വർണ്ണ വിലക്ക് എത്ര രൂപ കിട്ടും. അതുകൊണ്ട് ഞാൻ ഊരി വെച്ചേക്കുന്ന കാര്യത്തിലൊന്നും ഇടാണ്ട് എനിക്കൊരു സുഖവും ഇല്ല. പിന്നെ പോയി കഴിഞ്ഞാൽ അതൊരു വിഷമമാവും. അത് ഞാൻ ഇടാണ്ട് അലമാരിൻ്റെ എടുത്ത് വെച്ചേക്കാണ്. ഇതൊക്കെ ഞാൻ അവനോട് പറയാണ്ട് മോളോട് പറയണ എന്താണെന്ന് മോളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഇല്ലമ്മേ, എനിക്കറിയാലോ അമ്മ എന്നെ സ്വന്തം മോളായിട്ട് കാണണോണ്ടാ ഇതൊക്കെ എന്നോട് പറയണേന്ന്. അത് തന്നെ, മോക്കത് മനസ്സിലാവണ്ടല്ല, എനിക്കത് മതി. മോളെ വൈകിട്ട് വരുമ്പോൾ കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് തന്നെ 2 ദിവസമായിട്ട് മീൻ കൂട്ടാണ്ടേ ചോറുണ്ട് ഇറങ്ങുന്നില്ല. മേടിക്കാമേ, കുറച്ച് പലചരക്ക് സാധനങ്ങൾ മേടിക്കണം. പിന്നെ മോൻ്റെ ഡയപ്പറൊക്കെ തീർന്നിരിക്കണം, അതൊക്കെ എന്തായാലും മേടിക്കണം. എൻ്റെ നീത്തി ശാന്തിയില്ലേ, എന്തെങ്കിലും പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരെ പറ്റിയും കുറ്റം പറയും. മരുമോളേനെ ഏറ്റവും കൂടുതൽ പറയണത്. പക്ഷെ ഞാനൊരിക്കലും മോളെ പറ്റി ഒരു കുറ്റവും ഒരു പരിപാടിക്കും ഒരു സ്ഥലത്തും പോയി എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സുജി, അവൾ അതുപോലെ പുകഴ്ത്തിയാണ് ചേട്ടത്തിനെ പറ്റി അവിടെ എല്ലായിടത്തും പറയാറ്. എല്ലാവരും പറയും
നാത്തൂനും അതെ, അമ്മായിയമ്മക്കും അതെ. മോള് കഴിഞ്ഞിട്ടുള്ളൂ ആയിരുന്നു. ശരിയാണ് കേട്ടോ ഈ കണക്കിന് നോക്കിയാല്. അവളും സ്വന്തം ചേച്ചിനെ പോലെയാണല്ലോ മോളെ കാണുന്നത്. അന്ന് നിങ്ങൾ ഒളിച്ചോടി വന്നപ്പോ നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അവളായിരുന്നല്ല. അറിയാമേ, അവളെപ്പോഴും എന്നോട് പറയും ചേച്ചിക്ക് അച്ഛനും അമ്മയും ഒന്നും കൂടിയില്ലാത്താന്നിട്ടാ, അമ്മ ഒരു ചെറിയൊരു കാര്യത്തിന് പോലും ചേച്ചിനെ പിണങ്ങരുതിട്ടാന്നൊക്കെ. ഓ, എന്നാലും ഞാൻ ഇടയ്ക്ക് ആലോചിക്കും മോനെ, ഇങ്ങനെ ഇരുന്നുണ്ടേ ഒരു കൊച്ചായി കഴിയുമ്പോൾ അവരുടെ പിണക്കമൊക്കെ മാറി അവരിങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അവർ ഭയങ്കര വാശിക്കാരാണ് കേട്ടോ. എനിക്കറിയാമേ, അവർ രണ്ടുപേരും അച്ഛനും അതെ അമ്മയും അതെ ഒരേപോലെ തന്നെ ജാതി സ്പിരിറ്റുള്ള ആൾക്കാരാണ്. ചേട്ടനും അതെ ടൈപ്പ്, ചേട്ടനും അങ്ങനെയായി. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ വിനുവേട്ടന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ പ്രശ്നമായതും വീട്ടിൽ പൂട്ടിയിട്ടതും അമ്മയുടെ വീട്ടിലോട്ടൊക്കെ പറഞ്ഞു വിടാനൊക്കെ നോക്കിയതൊക്കെ. എന്നാലും കൊച്ചൊക്കെ ആയിന്നറിയുമ്പോൾ തന്നെ അവർക്ക് വരാൻ തോന്നൂലേ? സ്വന്തം മോളുടെ കൊച്ചല്ലേ, കാണാതിരിക്കാൻ പറ്റുമോ? അയ്യോ, എനിക്കൊക്കെ സുജി മോളുടെ കൊച്ചിനെ ഒരാഴ്ച കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര വിഷമമാണ്. ഇപ്പം 2 കൊല്ലായില്ലേ, എന്നിട്ട് അവർക്ക് വരാൻ തോന്നിയാ? ഇല്ലമ്മേ, അമ്മക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ദേഷ്യം തോന്നിയത് തന്നെയാണ്. അമ്മയുടെ ആങ്ങളായിട്ട് സംസാരിച്ചിട്ട് ഏകദേശം ഒരു 10-15 കൊല്ലമായും തോന്നണം. പുള്ളിക്കാരൻ എന്തോ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അതിന് ശേഷം പിന്നെ മിണ്ടാണ്ടായതാ. അമ്മാവൻ്റെ മോൻ്റെ കല്യാണം വിളിച്ചിട്ട് വരും പോയില്ല അങ്ങോട്ട്. മോള് വിഷമിക്കണ്ട മോളെ. ഇപ്പൊ വന്നു കയറിയ വീട്ടിലാണെങ്കിലും ഞാൻ അമ്മയായിട്ടല്ലേ മോളെ നോക്കണത്. പിന്നെ ഇപ്പൊ സുജിയാണെങ്കിലും എത്ര കാര്യമായിട്ടാണ് ചേച്ചീന്ന് വിളിക്കണേലുണ്ടാ സ്നേഹം. അല്ലെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല അമ്മേ. കാരണം ഞാൻ തിരഞ്ഞെടുത്ത ജീവിതം എന്തായാലും എനിക്ക് നല്ലതെന്ന് തന്നിട്ടുള്ളൂ. പിന്നെ അത് അച്ഛനും അമ്മക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലാവുമ്പോൾ അവർ വന്നോളും. പിന്നെ ചേട്ടൻ എന്നെ പഠിക്കുന്ന സമയത്ത് ഇറക്കിക്കൊണ്ട് വന്നിട്ടാണെങ്കിലും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു ജോലിയാണെങ്കിലും ചേട്ടനല്ലേ ശരിയാക്കി തന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ ഈ കല്യാണം കഴിഞ്ഞോടുകൂടി. എന്നാലേ മോളുടെ ആങ്ങളുടെ കല്യാണം പോലും അവർ വിളിച്ചില്ല. അതിനെനിക്ക് അവരോട് ദേഷ്യമുണ്ട്. ഞങ്ങളെ വിളിക്കണ്ട, അത് വേണ്ട. സ്വന്തം പെങ്ങള് അവിടെ ഉണ്ടാവണം എന്ന് അവനെങ്കിലും ആഗ്രഹിക്കണ്ടേ? അതിലൊരു ഭയങ്കര ദേഷ്യം അവരോട് കിടക്കണുണ്ട്. ഓ, അതൊന്നും കുഴപ്പമില്ലമ്മേ. എന്നാ മോളെ ഇറങ്ങാൻ നോക്ക്, സമയം കളയണ്ട. അമ്മേ, ഞാൻ 11 മണിക്കാണ് കയറുന്ന ഡ്യൂട്ടിക്ക്. അപ്പം എന്തായാലും ഒരു 7 മണി 7:30 ആവട്ടെ ഞാൻ വരാനായിട്ട്. ശരി മോളെ. മോളെ, പൈസയുടെ കാര്യം മറക്കണ്ടട്ടാ. മോളൊരു പണി ആരോടെങ്കിലും മേടിക്കി. പിന്നെ മോക്ക് ശമ്പളം വരുമ്പോൾ അതങ്ങോട്ട് കൊടുത്താൽ മതിയല്ല. ഓ, ആരാണ്? അമ്മേ, അമ്മേ, എത്ര നാളായി കണ്ടിട്ട്. മോളെ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അച്ഛനും ചേട്ടനൊക്കെ സമ്മതിക്കണ്ടേ. എന്നാലും അവസാനം അമ്മ വന്നല്ല. വാ വാ, അകത്തോട്ട് കയറി വാ അമ്മേ, വാ. മോള് ജോലിക്ക് പോവാനിറങ്ങിയാണാ? അത് കുഴപ്പമില്ല, അമ്മ വാ. അമ്മേ, ദേ എൻ്റെ അമ്മ വന്നേക്കണ്. കയറി വാ അമ്മേ. അമ്മയോ? വാ വാ, ഇരിക്കി. മോക്ക് അവിടുത്തെ വിശേഷം പറയാനേ നേരമുള്ളൂ. കുറച്ച് മുന്നേ ഞങ്ങള് സംസാരിച്ചാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇവളവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഇവളെ പറ്റി ആലോചിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അവിടെ അച്ഛനും ചേട്ടനൊക്കെ സുഖമല്ലേ അമ്മേ? സുഖം തന്നെ. ഞാൻ അമ്മക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മോളെ, കുടിക്കാൻ മാത്രം പോരാ, കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. അമ്മ ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് വന്നതല്ലേ. അയ്യോ മോളെ, ഒന്നും വേണ്ട.
ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നേരം തെറ്റി കഴിക്കലൊന്നുമില്ലേ. ഞാൻ കറക്റ്റ് സമയത്ത് കഴിക്കും. രാവിലെ 8 മണിക്ക് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കഴിച്ചിരിക്കും. ആണോ? എന്നാ ഒരു ചായയെങ്കിലും എടുക്കാമേ. വേണ്ടാത്തോണ്ടാണ് മോളെ. ഞാൻ ചായ ഒന്നും ഇപ്പം അങ്ങനെ കുടിക്കാറില്ല. പണ്ട് സ്ഥിരം കുടിക്കുമായിരുന്നു, രാവിലെയും വൈകുന്നേരമേ. രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഇങ്ങനെ കണ്ണുറയൂലായിരുന്നു. ഇപ്പം ആ കുടിയൊക്കെ നിർത്തി. അല്ലെങ്കിലും ചായ കുടിക്കണ ശീലം ഇല്ലാതിരിക്കണതിന് തന്നെയാണ് നല്ലതേ. ഞാനിവിടെ 3 ചായയൊക്കെ കുടിക്കും ഒരു ദിവസം. മോക്ക് സുഖമല്ലേ? സുഖമാണ്. മരുമോന് PSC ഏതോ റാങ്ക് ലിസ്റ്റിലുണ്ടെന്ന് എവിടെ എങ്ങാണ്ട് കണ്ടല്ല. അതെങ്ങനെ അറിഞ്ഞി? ഞാനത് പത്രത്തിലെങ്ങാണ്ടും കണ്ടതാ. ഓ, ചേട്ടനെ PSCക്ക് പഠിക്കുന്ന സ്ഥലത്തിൻ്റെ ആഡ് പത്രത്തിൽ വന്നിരുന്നല്ല, അത് കണ്ടതായിരിക്കും. ആ, അതെ അതെ. എന്നിട്ട് മരുമോന് ജോലിയായോ? ഇല്ലമ്മേ. 2-3 ലിസ്റ്റിലും കൂടി വന്നിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. എല്ലാം മോളെ കല്യാണം കഴിച്ചതിന് ശേഷം വന്ന ഭാഗ്യങ്ങളാണ്. അല്ലെങ്കിൽ അവനൊക്കെ PSC ഒക്കെ പഠിക്കാനുള്ള ബുദ്ധി തോന്നുമോ? അല്ലെങ്കിലും ഇവളൊരു ഭാഗ്യമുള്ള കൊച്ചാണ്. ഇവള് ജനിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ ബിസിനസ്സൊക്കെ വെച്ചടി കയറ്റായി വന്നത്. മോള് ഈ വീട്ടിലോട്ട്, ഞങ്ങളുടെ അടുത്തോട്ടേ വന്ന് കയറുമ്പോൾ അന്ന് ചെറിയ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നെ അവനായിരുന്നു ഇത്രയും വലിയ വീടുകളിലോട്ടൊക്കെ മാറി താമസിക്കണമെന്ന് ആഗ്രഹമേ. കൊച്ചിനെ അങ്ങനെ ഒന്നും അറിയിക്കാണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും കൊണ്ടുനടക്കണത്. ഇനിയിപ്പോൾ മോന് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വലിയ വീടൊക്കെ പണിയാമല്ലോ അല്ലേ? ആ, അതെ അതെ, പണിയണം. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. സ്ഥലം മേടിക്കാന്നൊക്കെ വിചാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കണ്. ഓ, എൻ്റെ അനിയത്തിയാണ് വിളിക്കുന്നത്, ഇവളുടെ ചിറ്റ. അവക്കൊന്നും അറിഞ്ഞൂടാ ഇങ്ങോട്ട് ഞാൻ വന്നതേ. ഒന്ന് ഞാൻ പുറത്തു പോയി സംസാരിക്കട്ടെ ഏട്ടാ. ആ, അതിനെന്താണ്, ചെല്ലമ്മേ സംസാരിക്ക്. മോളെ, അമ്മ എന്തെങ്കിലും കഴിച്ചിട്ടാണ് വന്നതെന്ന് അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാലും അമ്മ ആദ്യമായിട്ട് വന്നതല്ലേ, നമുക്ക് എന്തെങ്കിലും കൊടുക്കണം കേട്ടാ. മോളെ, കൊച്ചിന് മേടിച്ചു വെച്ചേക്കണ ഈന്തപ്പഴം ഇല്ലേ, അത് എടുത്ത് കൊടുക്ക്. കൊച്ചിന് വേറെ മേടിക്കാം. ആ, ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ. അമ്മേ, ഇവിടുത്തെ റേഞ്ച് കുറവാണ്, അങ്ങോട്ട് മാറിയുന്ന റേഞ്ച് കിട്ടും. ഒരു കാര്യത്തിന് വിളിച്ച ഫോൺ എടുക്കൂല. എന്താ എടുക്കാത്ത? കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കണില്ലേ? ആ, ഞാനിവിടെ എത്തിയേട്ടാ. അവളോടും ആ തള്ളോടും സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓ, അവള് നല്ല ഹാപ്പി ആയി ചേട്ടാ എന്നെ കണ്ടപ്പോഴേക്കും. ഓ, എന്നാലും നമ്മുടെ മനസ്സിൽ നിന്ന് ആ പഴയതൊക്കെ പോവുമോ? ഞാനിവിടെ നിന്നൊന്നും മേടിച്ച് കഴിച്ചില്ല. ചേട്ടൻ എന്നോട് പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ നിന്നൊന്നും കഴിക്കാണ്ട് ഇറങ്ങി പോണോന്ന്, അങ്ങനെയല്ലേ ആ ജോത്സ്യം പറഞ്ഞത്? ഇനി എൻ്റെ ജീവിതത്തിൽ ആകെ ഉള്ളൊരാഗ്രഹമാണ് അവന് ജോലി കിട്ടരുത്, ഗവൺമെന്റ് ജോലിയേ. കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, പിന്നെ സുഖമായിട്ട് ജീവിക്കൂലേ, അത് വേണ്ട. എൻ്റെ ആകെ ഉള്ള ആഗ്രഹം അതാണ്. അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്നും പറയാണ്ട് ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഞാൻ ചത്താ ഇങ്ങോട്ട് വരുമായിരുന്നാ? ഇല്ലേട്ടാ, ഇവിടെ ഇപ്പൊ ആരുമില്ല. ഞാനേ അവള് അനിയത്തി വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നാണ് സംസാരം കേൾക്കാതിരിക്കാൻ. ഇവളെന്തൊരു മണ്ടിയാന്നാണ് ഞാൻ ആലോചിക്കണത്. അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വേറെ ജാതിയിലെ ചെക്കൻ്റെ ഒപ്പം പോയിട്ട് ഞാൻ ക്ഷമിച്ച് വന്നെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? സ്വന്തം അമ്മനെ അച്ഛനെ അവൾക്ക് അറിഞ്ഞൂടി ഇത്ര ആളായിട്ടും. എന്തൊരു സന്തോഷമായിരുന്നു എന്നെ കണ്ടപ്പോഴേക്കും, കണ്ണൊക്കെ നിറയായിരുന്നു. ഇല്ലെന്നേ, കയ്യിലും കഴുത്തിലും ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ വീട്ടിൽ എന്തോരം സ്വർണ്ണൂട്ടി ജീവിച്ച് നടന്നിരുന്ന പെണ്ണാണ്. ഇവിടെ ഒന്ന് കഷ്ടപ്പെടാണ്. വേറെ ജാതിയിൽ പോയി കല്യാണം കഴിക്കുമ്പോൾ ഓർക്കണം ഇതുപോലെയൊക്കെ കഷ്ടപ്പെടേണ്ട വരുമെന്ന്. നമ്മൾ പറഞ്ഞ അമേരിക്കക്കാരനെ കെട്ടിയിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും സുഖസുന്ദരായിട്ട് അമേരിക്കയിൽ ഇരിക്കണ്ടല്ലേ. ഇപ്പൊ ഒരു വള്ളി കളസം പോലത്തെ ഡ്രസ്സ് ഇട്ടുണ്ട്, എന്തോ ചെറിയ ജോലിക്ക് പോകാൻ വേണ്ടി ആ ഇലക്ട്രിക് വണ്ടി ഉന്തി വരുമ്പോഴാണ് എന്നെ കണ്ടത്. ഞാനിപ്പൊ തന്നെ ഇറങ്ങും ചേട്ടാ.
സാധനം അവിടെ വെക്കണം, അപ്പൊ തന്നെ ഇറങ്ങണം, അത്രേ ഉള്ളൂ. ചേട്ടാ, അത് ഈ വീടിനുള്ളിൽ എവിടെയെങ്കിലും വെച്ചാ പോരെ? ഇതോടുകൂടി ഇവളുടെ ഈ കുടുംബം നശിച്ച് കുട്ടിച്ചോറാകണം. PSC വഴിയുള്ള ജോലി അവന് കിട്ടണം. എന്നിട്ട് അവസാനം അവള് മാത്രം ഈ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വന്ന. ആ വെച്ചോ. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ടട്ടാ, ഞാനിവിടെ നിന്ന് ഇറങ്ങിയേട്ടാ അങ്ങോട്ട് വിളിക്കാം. മോളെ, ആയി ഈന്തപ്പഴം ഇങ്ങോട്ട് എടുക്കായിരുന്നില്ലേ? ഞാനിപ്പോഴാണ് ഓർത്തമ്മേ, അമ്മ അതൊന്നും കഴിക്കൂല, പിന്നെ വെറുതെ എടുക്കണ്ടല്ല. അയ്യോ, അമ്മ കഴിക്കൂ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, ഇവിടെ കൊണ്ടൊന്ന് വെക്കായിരുന്നില്ലേ മോളെ? ഷോ, ഏയ് വേണ്ടമ്മേ, കുഴപ്പമില്ല. എൻ്റെ അനിയത്തി വിളിച്ചാണേ. വെറുതെ വിളിച്ചാണ്. ഇങ്ങനെ വിളിച്ചാ ഇങ്ങനെ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ സംസാരിക്കും. മോളെ, എനിക്കിത്തിരി ചൂടുവെള്ളം എടുക്കോ? ഓ, ഏതോ ജോത്സ്യനെ കൊണ്ട് പൂയിച്ചുകൊണ്ട് വന്ന സാധനം അവിടെ വെക്കണമായിരിക്കും. അതിന് ഞാൻ മാറണം. അതിനു വേണ്ടി എനിക്ക് ഈ ചൂടുവെള്ളം ചോദിക്കണത്. അല്ലാണ്ട് ഞങ്ങളോട് ഇത്രയും വൈരാഗ്യമുള്ള അമ്മ ഒരിക്കലും വെള്ളം ചോദിക്കൂല. എന്താണ് മോളെ, കേട്ടില്ലേ അമ്മ ചോദിച്ചത്? വെള്ളം കൊടുക്കും മോളെ. ആ, ഇപ്പൊ എടുത്തുണ്ടരാമേ. ഇതെവിടെ പോയി ആ വഴക്ക സാധനം? എന്താണ് മോക്ക് കൊടുക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാ? അതാണ് തപ്പണത്. അയ്യോ അതല്ല, ഞാൻ എൻ്റെ ഫോൺ തപ്പിയതാണ്. അതല്ല ഇപ്പൊ കയ്യിലിരിക്കണത്. ആ ശരിയാണല്ലോ, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടക്കിടക്ക് എനിക്ക് ഇങ്ങനെയാണ്, ഒരു മറവിയ പോലെയാണ്. ഈ തള്ള എന്താണ് എൻ്റെ മൂത്തോട്ടനെ നോക്കിയിരിക്കണത്? പിന്നെന്താ? വേറെന്താ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണ്. വെള്ളം എടുക്കാൻ പോയ പെണ്ണിനെ കാണുന്നില്ലല്ലോ. എന്താണ്, എന്തു പറ്റി? ഒന്നുമില്ല, എൻ്റെ കാലിൽ എന്തോ കടിച്ച പോലെ ഒന്ന് കൊതുകാണെന്ന് തോന്നണ്. എന്നാ ഞാൻ പോട്ടെ മോളെ. അവിടെ അച്ഛനെ 2 പേർക്ക് കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ തന്നേപ്പിച്ചിരുന്നേ. ഞാനാണെങ്കിൽ മറന്നും പോയി. അവരിപ്പോ അവിടെ വന്ന് നിൽക്കണുണ്ടാവും. മോളുടെ അച്ഛൻ ഹൈദരാബാദ് പോയേക്കാണേ, 2 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. അയ്യോ, ഇത്ര പെട്ടെന്ന് പോവുകയാണ്? ഇടുത്ത വെള്ളം കുടിച്ചില്ലല്ല. വെള്ളം വേണ്ട, വെള്ളം കുടിക്കാൻ നിന്നാലേ ഇനി സമയം വൈകും. പോട്ടെ എന്നാല്. ആയിക്കോട്ടെ. ശരി ചേച്ചി. ശരി. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും നേരില്ല. അമ്മക്ക് വെള്ളമൊന്നും വേണ്ടായിരുന്നമ്മേ. എന്നാലും ആ ചേച്ചി അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് സ്വന്തം മോളുടെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. ആ കൊച്ചിനെ പോലും ഒന്ന് കാണണമെന്ന് പറഞ്ഞില്ല. ഭാഗ്യം വെക്കാൻ പറ്റി. അമ്മേ. എന്താ മോളെ? ഇതും കൂടി കൊണ്ടുപോയിക്കോ. എന്താ മോളെ ഇത്? അമ്മ ഇങ്ങോട്ടായിട്ടേ എനിക്കായിട്ട് കൊണ്ടുവന്ന സാധനമാണ്. എന്നാ ഇത് വീട്ടിൽ തന്നെ കൊണ്ടുവച്ചോ. ഇതെന്ത് സാധനം? ഞാനിങ്ങനെ ഒരു സാധനം ഒന്നും കൊണ്ടുവന്നില്ല വന്നപ്പാ. അമ്മ നോണൊന്നും പറയണ്ട, ഞാൻ കണ്ടാണ് അമ്മ അവിടെ കൊണ്ടുവന്ന് സെറ്റിന്റെ അടിയിൽ വെക്കണത്. വെറുതെ ആവശ്യം പറയില്ലേട്ടാ. അച്ഛനും ചേട്ടനൊക്കെ എതിർത്തിട്ട് ഞാൻ നിന്നെ കാണാൻ വന്നത് തെറ്റായി പോയി തോന്നണം. കാണാൻ വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എനിക്കിപ്പൊ ശരിക്കും അറിയാം. ഇനി അതെന്നെ കൂടി പറയിപ്പിക്കണ്ട ഇവിടെ ഇരുത്തി. ഇന്നാ ഇതും കൂടി കൊണ്ടേക്കോ. നീ എന്താണ് ഈ കാണിച്ചത്? അമ്മ കാണിച്ചതേ ഞാനിവിടെ ആരോടും പറയണില്ല. പറഞ്ഞ അമ്മ ഇങ്ങനെ ഇരിക്കില്ല തിരിച്ച് വീട്ടിലോട്ട് പോണത്. ഇടക്കിടക്ക് വിളിച്ച് അച്ഛൻ വിശേഷം ചോദിക്കണ്ടായിരുന്നല്ല. എനിക്ക് നിങ്ങളുടെയൊക്കെ സ്വഭാവം മനസ്സിലാക്കാനായിട്ടേ ഇത്ര കാലം പറ്റിയായിരുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു അമ്മയുണ്ട്. ആ അമ്മ എന്നെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. ചേട്ടനാണെങ്കിലും അതെ, അത്രയും കാര്യമായിട്ട് എന്നെ കൊണ്ടുനടക്കണേ.
എനിക്ക് നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും എനിക്ക് ഒന്നും വരാൻ പോണില്ല. കാരണം ഞാൻ അത്ര സന്തോഷമായിട്ട് തന്നെ ഇവിടെ ജീവിക്കണേ. ഇനിയില്ലേ ഞാൻ ചത്തെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട, എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് മതിയായി. എന്നോട് എന്താണ് അമ്മ ഇത്രയും വിരോധം? പോയിക്കോ, ഇനി ഇവിടെ നിന്ന് അധികം വേർക്കണ്ട. മോളെ ഇന്ന് പോകുന്നില്ലേ? ലീവാണോ? പോണ്ടമ്മേ, ഞാൻ വൈകി വരുള്ളൂന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു.